2 ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ലെങ്കിലും ഞാനിന്ന് എടുത്ത ഡിസിഷനിൽ ഏറ്റവും നല്ല ഡിസിഷനാണ് ഇന്ന് രാവിലെ പെട്ടെന്ന് എണീറ്റ് ബുക്കുന്നുമല പോകാന്നുള്ളത്, അതും ഫാമിലി ആയിട്ട്. ബേസിക്കലി നമുക്ക് ബുക്കുന്നുമലയിലേക്ക് 2 വഴിയുണ്ട്. 3 വഴിയുണ്ട്. ഒന്ന് ചീക്കിലോട് വഴി, മറ്റേത് കാക്കൂര് 11-4 വഴി. ആ വഴിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഫാമിലി ഉപ്പയമ്മയൊക്കെ കുറച്ച് പ്രായമായതാണ്. വലിയ പ്രായമൊന്നുമില്ല, എന്നാലും അവർക്ക് നടക്കാൻ ഈസിയായ വഴി ഇതാണ്. കയറുന്നത് മാത്രമല്ല, നമ്മൾ ഇറങ്ങുന്നത് നോക്കണമല്ലോ. മറ്റേ വഴി വരികയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്ന് മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പത്തൊന്ന് പറഞ്ഞിട്ട് ആണ് അവരെ നടന്ന് ടോപ്പിൽ എത്തിപ്പിച്ചത്. ഈ ട്രിക്ക് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ കയറി കുറേ എത്തുമ്പോൾ ഇത് എത്താനായാലും ഇപ്പത്തും കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ നടക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്കിവിടെ കാണാം. ബേസിക്കലി ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് കോടയാണ്. നമുക്ക് മുകളിലെത്തി കഴിഞ്ഞിട്ട് ഉള്ള വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് കോടയാണ്, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം ഒന്ന് കാറ്റടിച്ചപ്പം കുറച്ച് കൂടെയൊക്കെ പോയി ചെറിയൊരു വ്യൂ കിട്ടി. ചിലർ പറയും നമ്മൾ പോകുന്ന സ്ഥലമല്ല, നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ് അത് ഫേവറേറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ എൻജോയബിൾ ആക്കും. പക്ഷെ ആൾക്കാർ മാത്രമല്ല, ചില സ്ഥലങ്ങൾ നമ്മളെ മാടി വിളിക്കും. അങ്ങനൊരു പ്ലേസാണ് ഇത്, എനിക്ക് പ്രത്യേകിച്ച്. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ പോവുകയാണെങ്കിലോ ഇറ്റ്സ് സോ എന്താ പറയുക, നിങ്ങൾ കാണും. ഞാനിപ്പം ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഓപ്പോസിറ്റുള്ള, അതായത് കുറച്ച് ഇറങ്ങിയിട്ട് നമ്മൾ കയറണം, പിന്നെയും കയറണം, അപ്പുറത്ത് കാണുന്ന മല. അങ്ങനെ നമ്മൾ ഈ ഇടുവഴികളിലൂടെയും കാട്ടുകളിലൂടെയൊക്കെ നടപ്പിച്ചിട്ട് നെക്സ്റ്റ് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല മഴയത്, നല്ല കോടയാണ്. നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇത് ഫോണിൽ കൂടെ നമുക്ക് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് വണ്ടർഫുൾ. യെസ്, നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. വളരെ നല്ല ഫീലിംഗ് ആണ്, നല്ല കാറ്റ്. ഇറ്റ്സ് ഗുഡ്. യെസ്, ഇതിന് നമുക്ക് ഒന്നാമത് ഇങ്ങോട്ട് വരാൻ മോട്ടിവേറ്റ് ആകുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ബുക്കൊന്നുമല്ല ഡയറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഡെയിലി ഇത് കാണുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഭയങ്കര മോട്ടിവേഷനാണ്. വേറെ കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് മലയിൽ നോക്കിയാൽ എൻ്റെ വീടും കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് എൻ്റെ വീട്ടിലെ അയലും കാണുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഉപ്പനോടും മരോടും പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം അവർക്കറിയാലോ എൻ്റെ ഒരേതാന്ന്. അപ്പം നമുക്ക് കറക്റ്റ് സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.